ഹലോ, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നൃത്തകലാക്ഷേത്ര സ്കൂൾ ഓഫ് ഡാൻസ് ഒരു സമ്മർ ക്യാമ്പ് കുട്ടികൾക്കായി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 4 days ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ക്ലാസ് ഞാനായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഡാൻസ് സ്കൂൾ വരുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. 10 മണി മുതൽ 1 മണി വരെയായിരുന്നു ഇതിൻ്റെ ടൈമിങ് വരുന്നത്. ടോട്ടൽ 10 പേരുണ്ടായിരുന്നു. 2 പേര് എൻ്റെ മക്കളും പിന്നെ 2 പേര് ടീച്ചറുടെ മക്കളായിരുന്നു. ഞങ്ങളിതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളും കുറച്ച് കുറവായിരുന്നു. പെട്ടെന്നാണ് ഈ ഒരു ക്യാമ്പ് ഇങ്ങനെ കണ്ടക്ട് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോഴത്തേക്കും കുറേ സ്ഥലത്ത് ഇതുപോലത്തെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം പ്ലാൻ ചെയ്ത തൊട്ട് ഹോണസ്റ്റ്ലി എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, ആക്ടിവിറ്റീസ് അവർക്ക് ഇഷ്ടമാവുമോ, അവർ എൻജോയ് ചെയ്യുമോ എന്നൊക്കെ ടെൻഷനും ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഡേ തൊട്ടുള്ള അവരുടെ എനർജി കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഈ ഒരു 4 days എന്ന് പറയുന്നത് വെറും ഒരു ആർട്ടും ക്രാഫ്റ്റും മാത്രമല്ല, ഫണ്ണും ഫ്രണ്ട്ഷിപ്പും ക്രിയേറ്റിവിറ്റിയും ഹാപ്പിനെസ്സും എല്ലാം നിറഞ്ഞതായിരുന്നു. അപ്പോൾ നമുക്ക് ഡേ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വെന്യൂ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇതൊരു ഡാൻസ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ ക്ലാസിക്കൽ ഡാൻസ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ആംബിയൻസും കാര്യങ്ങളുമാണുള്ളത്. കലാമണ്ഡലം ജുബി എന്ന് പറഞ്ഞ ടീച്ചറുടേതാണ്. ഇത് വരുന്നത് അവരുടെ വീടിൻ്റെ അപ്സ്റ്റേഴ്സിൽ തന്നെയാണ്. 10 മണിയാകുമ്പോഴത്തേക്കും ഞാൻ എത്തി. അപ്പം അവിടെ ഒരു കുട്ടി എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനുണ്ട് കുട്ടികൾ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് വന്നത്. ഒരു 10-15 ഒക്കെ ആയപ്പം ഓരോ കുട്ടികളും വന്നു തുടങ്ങി. ഒരു ഡ്രിങ്കും ഒക്കെ കൊടുത്തിട്ടാണ് അവരെ വെൽക്കം ചെയ്തത്. കുട്ടികളുടെ അടുത്ത് ഞാൻ മാക്സിമം ഫ്രണ്ട്ലി ആവാനാണ് നോക്കിയത്. ചിലർ ഭയങ്കര ഷൈ ആയിരുന്നു, ചിലർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫസ്റ്റ് ഡേക്ക് വേണ്ടിയിട്ട് കളർ പേപ്പേഴ്സ്, സീസേഴ്സ്, പെൻസില്, ഗ്ലൂ, വയറ്, ഗ്രീൻ ടേപ്പ് ഇതൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. ക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് സെറ്റിലാക്കി പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ സെഷനൊക്കെ നടത്തി. പേപ്പർ കൊണ്ട് ഒരു ഡേസി ഫ്ലവർ ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞപ്പം എല്ലാവരും ഓക്കെ പറഞ്ഞു. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ചില കുട്ടികൾക്ക് കട്ടിംഗ് ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ടി ആയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം എല്ലാവരും ആക്റ്റീവായി. ക്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്നെ കാണിച്ചപ്പോൾ അവരുടെ മുഖത്തുണ്ടായൊരു ഹാപ്പിനെസ് അത് കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ ലാസ്റ്റ് ഞങ്ങളെ ഫോട്ടോ സെഷൻ ആയിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, നമ്മളെപ്പോലെ ഫോട്ടോന് പോസ് ചെയ്യാനുള്ള ക്ഷമയൊന്നും കുട്ടികൾക്കില്ല എന്നുള്ളത്. ചിരിച്ചേ ഇങ്ങോട്ടൊന്നേ ചിരിക്കേ. അങ്ങനെ ലാഫറും ക്രിയേറ്റിവിറ്റിയും നിറഞ്ഞ ഫസ്റ്റ് ഡേ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ സെക്കൻഡ് ഡേയിൽ ഞാൻ എത്തിയപ്പം കുറച്ച് കുട്ടികൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അവരുടെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ക്ലേയൊക്കെ ടേബിളിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഓടിച്ചാടി അങ്ങോട്ടേക്ക് വന്നിരുന്നു. അങ്ങനെ ഈ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് അവരുടെയൊക്കെ ഒരു ഹാപ്പി പ്ലേസ് ആയിട്ട് മാറുന്ന പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. ഇന്ന് ക്ലേ ആർട്ടാണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞതോടെ തന്നെ എല്ലാവരുടെ എനർജി ആവേശം ഇന്നലത്തേനെക്കാട്ടും കൂടുതലായിരുന്നു. ഇന്ന് അവർക്ക് കൊടുത്ത ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഫോം ക്ലേ ആൻഡ് മിറർ ആർട്ടായിരുന്നു. ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുട്ടികൾക്ക് കളേഴ്സ്, ടെക്സ്റ്റേഴ്സ്, ക്രിയേറ്റിവിറ്റി ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ചാൻസ് ആയിരുന്നു. ആദ്യം തന്നെ അവർക്ക് ഫോം ക്ലേ യൂസ് ചെയ്തിട്ട് ചാംസ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. ആദ്യം തന്നെ അവരുണ്ടാക്കിയത് റെയിൻബോ ആണ്. റെയിൻബോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ഓരോ ചാംസ് ഉണ്ടാക്കുമ്പോഴും അവർക്ക് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോ കുഞ്ഞുങ്ങളും സ്വന്തം ഇമാജിനേഷൻ ഉപയോഗിച്ചിട്ട് അവരവരുടെ വർക്ക്സ് ഡിഫറെൻ്റ് ആക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ചിലർ വളരെ കാമായിട്ട് വർക്ക് ചെയ്തു, ചിലർ മിസ്സേ അത് ശരിയാണോ എന്നിങ്ങനെ വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ലാസ്റ്റ് എല്ലാവരുടെയും വർക്ക് സൂപ്പർ ക്യൂട്ടായിരുന്നു. പിന്നെ ആക്ടിവിറ്റീസിൻ്റെ ഇടയിൽ അവർക്ക് ചെറിയൊരു സ്നാക്ക് ആ ഒരു ടൈമിലാണ് ഇവർക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനുള്ളൊരു ചാൻസ് കിട്ടുന്നത്. ഈ കാണുന്ന ആളാണ് ജുബി ടീച്ചർ. മിറർ ആൻഡ് ക്ലേ ആർട്ടാന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അവർ ചോദിച്ചത് മിറർ എവിടെ എന്നാണ്. അവർ ചെയ്ത ചാംസ് ഒക്കെ അവർക്ക് മിററിൽ ഒട്ടിച്ചാൽ മതി. മിററൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. മിറർ കിട്ടിയപ്പോൾ തന്നെ അവർ ഭയങ്കര ധൃതി പിടിച്ച് ചാംസ് ഒക്കെ അതിൽ പെട്ടെന്ന് തന്നെ ഒട്ടിച്ചിട്ട് എനിക്ക് കാണിച്ചു തന്നു. ഒരു കുട്ടി അവൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എന്നെ കാണിച്ചപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണേണ്ടതായിരുന്നു. ഞാനാണത് ചെയ്തതെന്നുള്ള ഒരു പ്രൗഡ് ഫേസ് അതായിരുന്നു ശരിക്കും പ്രൈസ്ലെസ്. ഇന്നത്തെ ഈ ഒരു ക്യാമ്പിൽ കുട്ടികൾ ക്രാഫ്റ്റ് മാത്രമല്ല ചെയ്തത്, ഷെയറിങ്, ഹെൽപ്പിംഗ്, ടീം വർക്ക് ഇതൊക്കെ അവർ സ്ലോലി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെർഫെക്റ്റ് ആക്കുന്നതിന് പകരം അവർ എൻജോയ് ചെയ്ത് ചെയ്യുമ്പോഴാണ് ക്രിയേറ്റിവിറ്റിയുടെ ആ ശരിക്കുള്ള ബ്യൂട്ടി കാണുന്നത് അല്ലേ.
പിന്നെ ഓരോ കുഞ്ഞുങ്ങളും വെയിറ്റ് ചെയ്യുന്നത് അവരുടെ പാരൻസ് വരാനാണ്. അവർ ചെയ്ത വർക്ക് അവരുടെ പാരൻസിനെ കാണിക്കുമ്പം അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷവും പാരൻസിന് ഉണ്ടാകുന്ന സന്തോഷമാണ് നമ്മളെ സന്തോഷം. പൊക്കി പിടിച്ചോ മോള്. അങ്ങനെ നമ്മുടെ സമ്മർ ക്യാമ്പിൻ്റെ ഡേ 2യും ഒരുപാട് നിറങ്ങളോടും സന്തോഷങ്ങളോടും കൂടി അവസാനിച്ചു. ഇനി നെക്സ്റ്റ് ഡേ എന്ത് ഫൺ ആക്ടിവിറ്റിയാണ് വരാൻ പോകുന്നതെന്നാണ് എല്ലാ കുഞ്ഞുങ്ങളും വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സമ്മർ ക്യാമ്പിൻ്റെ ഡേ 3യും എത്തി. ഫസ്റ്റ് 2 days കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികളെല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും. ബോട്ടിലാട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിനുവേണ്ടി ബോട്ടിൽസ്, പെയിൻറ്റ്, ബ്രഷ്, സ്പോഞ്ച്, പാലറ്റ്, ഗ്ലാസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പെയിൻറ്റ് കണ്ടപ്പോൾ തന്നെ അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, എങ്ങനെ പെയിൻറ്റ് ചെയ്യണം, മിക്സ് ചെയ്യണം എന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. പിന്നെ അവരെ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഗ്രൂപ്പിനും 2 പെയിൻറ്റ് ബോക്സസ് വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ഓരോരുത്തരോടും അവരുടെ ഫേവറേറ്റ് കളേഴ്സ് ചൂസ് ചെയ്തോളാൻ പറഞ്ഞു. ഓരോരുത്തരും അവരുടെ ഫേവറേറ്റ് കളേഴ്സ് ചൂസ് ചെയ്തു. ചിലർക്ക് ബ്രൈറ്റ് കളേഴ്സാണ് ഇഷ്ടം, ചിലർക്ക് പേസ്റ്റൽ ഷെയ്ഡ്സും. പിന്നെ പെയിൻ്റൊക്കെ ഒഴിച്ചു കൊടുത്തത് ഞാൻ തന്നെയാണ്. ബ്രഷ് യൂസ് ചെയ്ത് സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് അവർ ആദ്യം തന്നെ പെയിൻറ്റ് ചെയ്തത്. ബോട്ടിൽ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങിയതോടെ മുഴുവൻ പ്ലേസും കളർഫുള്ളായിട്ട് മാറി. ഓരോ കുട്ടിയും അവരവരുടെ ഓൺ സ്റ്റൈലിലാണ് പെയിൻറ്റ് ചെയ്തത്. പക്ഷേ ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആർട്ടല്ല, പെയിൻറ്റ് മെസ്സാണ്. കയ്യിൽ മാത്രമല്ല, ഡ്രസ്സിലും ടേബിളിലും എന്തിന് ഫ്ലോറിൽ വരെ അവർ പെയിൻ്റ് ആക്കി. പക്ഷെ അവരെ എൻജോയ് ചെയ്ത രീതിയാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അവർക്ക് ഞാൻ കുറച്ച് ലീവ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതുപയോഗിച്ച് ബോട്ടിൽ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യാന്നുള്ളതും കാണിച്ചു കൊടുത്തു. പക്ഷെ ചില കുട്ടികൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ. ചിലര് ലീഫ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്തു, ചിലര് സ്പോഞ്ച് ടെക്സ്ചർ ചെയ്തു, ചിലര് അബ്സ്ട്രാക്ട് സ്റ്റൈലിൽ കംപ്ലീറ്റ്ലി റാൻഡം ഡിസൈൻസ് ചെയ്തു. കുട്ടികൾക്ക് റൂൾസ് കുറച്ച് ഫ്രീഡം കൊടുത്താൽ അവരുടെ ക്രിയേറ്റിവിറ്റി എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നമുക്ക് കാണാം. ബോട്ടിൽ പെയിന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓരോ കുട്ടീൻ്റെയും വർക്ക് ഭയങ്കര ആസ്തെറ്റിക്കും കംപ്ലീറ്റ്ലി യുണീക്കും ആയിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ നല്ല ബോണ്ടിങ് ആയിരുന്നു. ഒരാൾ മറ്റൊരാൾക്ക് ഐഡിയാസ് പറഞ്ഞു കൊടുക്കുകയും മറ്റൊരാളെ വർക്ക് കണ്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, എല്ലാവരും ഒന്ന് കൈയൊന്ന് പെയിൻറ്റിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അത് കേട്ട പാടെ തന്നെ എല്ലാവരും കൂടെ ബോട്ടിലെടുത്തിട്ട് പെയിൻറ്റ് മൊത്തം കയ്യിൽ തൂവി. പക്ഷെ അവരുടെ ഹാപ്പിനെസ് ആണല്ലോ നമുക്ക്. അവർക്ക് ഇതുപോലെ പെയിൻറ്റിൽ കളിക്കാനുള്ള ചാൻസ് അവർ മിസ് ചെയ്യും. അങ്ങനെ പെയിൻറ്റിൽ കുളിച്ച ഡേ 3യും കംപ്ലീറ്റ് ചെയ്തു.
അങ്ങനെ നമ്മുടെ സമ്മർ ക്യാമ്പിൻ്റെ ലാസ്റ്റ് ആൻഡ് 4th ഡേയിലേക്ക്. ഇത്ര പെട്ടെന്ന് ലാസ്റ്റ് ഡേ എത്തുമെന്ന് വിചാരിച്ചതേ ഇല്ല. കുട്ടികളെല്ലാവരും ഒരു ലിറ്റിൽ ഫാമിലി പോലെ ആയിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 4 ദിവസം കൊണ്ട്. ഇന്ന് അവർക്ക് റീസൈക്കിൾഡ് ക്രാഫ്റ്റ് ആയിരുന്നു കൊടുത്തത്. പേപ്പർ കപ്സും പ്ലേറ്റും സ്ട്രോയും യൂസ് ചെയ്തിട്ടായിരുന്നു ഇന്നത്തെ ക്രാഫ്റ്റ്. മെറ്റീരിയൽസ് കണ്ട ഉടനെ തന്നെ ക്വസ്റ്റ്യൻ തുടങ്ങി, മിസ്സേ ഇന്നത്തെ ക്രാഫ്റ്റ് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന്. ഇന്ന് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്ലവറും ഫ്ലവർ പോട്ടുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തുടങ്ങി. ആദ്യം തന്നെ എല്ലാവരെയും സെറ്റിലാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്രാഫ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. എസ്പെഷ്യലി കളർഫുൾ ഫ്ലവേഴ്സ് ചെയ്യാൻ എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പേപ്പർ കപ്സ് യൂസ് ചെയ്തിട്ട് ഫ്ലവർ ഉണ്ടാക്കാനും, സ്ട്രോ യൂസ് ചെയ്ത് സ്റ്റെം ഉണ്ടാക്കാനും, പിന്നെ പേപ്പർ പ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് ലീഫ് ഉണ്ടാക്കാനും, പേപ്പർ കപ്പ് കൊണ്ടൊരു പോട്ട് ഉണ്ടാക്കാനുമാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത്. കട്ടിങ് കുറച്ച് ഡിഫിക്കൽട്ടി ആയ കുട്ടികൾക്ക് ഞാൻ ഹെൽപ്പ് ചെയ്തു. എല്ലാവരോടും ഞാൻ ഡിഫറെൻറ്റ് ടൈപ്പ് പെറ്റൽസ് കട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ ഓരോ കപ്പും എടുത്ത് പലതരത്തിലുള്ള പെറ്റൽസ് കട്ട് ചെയ്യുന്ന രീതി അവർക്ക് കാണിച്ചു കൊടുത്തു. ചില കുഞ്ഞുങ്ങൾ അത് നോക്കി തന്നെ കട്ട് ചെയ്തു. ചിലർ ഹ്യൂജ് ഫ്ലവേഴ്സ് ഉണ്ടാക്കി, ചിലർ സ്മോളും ഉണ്ടാക്കി. പോട്ടിനൊക്കെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രഷിന് പകരം അവർക്ക് ഇയർബഡ്സ് കൊടുത്തു. ഓരോ കുട്ടികളും അവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ അവരുടെ വർക്ക് മാക്സിമം കളർഫുള്ളാക്കി. സിമ്പിൾ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഇത്രയും ക്യൂട്ടായിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്യാമെന്നുള്ള ആ ഒരു കാര്യമായിരുന്നു അവർക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയത്. ചില കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, മിസ്സേ ഈ ഒരു പേപ്പർ കപ്പ് കൊണ്ട് ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. ഈ വർക്ക്ഷോപ്പിൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ തന്നെ കുട്ടികൾക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി ഫ്രീലി എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സ്പേസ് ആണ്. ഈ ഒരു 4 ഡേയ്സ് എന്ന് പറയുന്നത് കിഡ്സിൻ്റെ കുഞ്ഞു കുഞ്ഞു കോൺവെർസേഷൻസ്, പേഷ്യൻസ്, എക്സൈറ്റ്മെൻറ്റ്സ്, പിന്നെ കുറച്ച് കുസൃതി, ഇതൊക്കെ ചേർന്നിട്ടുള്ളൊരു ഹാപ്പി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഫൈനലി എല്ലാവരുടെയും ഫ്ലവർ പോട്ട് ഡിസ്പ്ലേ ചെയ്തപ്പം ആ ഒരു ഹോൾ ടേബിള് ഒരു കളർഫുൾ ഗാർഡൻ പോലെയാണ് തോന്നിയത്. ഈ 4 ഡേയ്സ് കൊണ്ട് കുട്ടികൾ അവരുടെ ലിറ്റിൽ ഹാൻഡ്സ് കൊണ്ട് ഉണ്ടാക്കിയ ഓരോ മിനി എക്സിബിഷൻ പോലെ ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരുന്നു. പിന്നെ പാരൻസ് വന്നിട്ട് അവരുടെ ഓരോരുത്തരുടെയും വർക്ക് കാണുകയും എല്ലാവരെയും അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ അതുമാത്രമല്ല, ഓരോ പാരൻസും ഈ ഒരു സമ്മർ ക്യാമ്പിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് ഞങ്ങൾ എല്ലാവരും നല്ല ഫീഡ്ബാക്ക് ആണ് ഞങ്ങൾക്ക്. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് അവരുടെ പാരൻസ് പറയുമ്പോഴാണ് ഈ ഒരു ക്ലാസ് വർത്ത് ഇറ്റ് ആവുന്നത്. ഓരോ കുട്ടിയുടെയും ഹാപ്പി ഫേസസും അവരുടെ വർക്ക് കാണുമ്പോഴുള്ള ആ ഒരു കോൺഫിഡൻസും ആണ് ഈ ഒരു സമ്മർ ക്യാമ്പിൻ്റെ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആയിട്ട് മാറുന്നത്. എന്നെ സംബന്ധിച്ച് ഈ ഒരു 4 ദിവസത്തിനിടെ ഓരോ കുട്ടീനോടും സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ് തന്നെ ഫീൽ ചെയ്തു. ഫസ്റ്റ് ഡേ വളരെ ഷൈ ആയി വന്ന കുട്ടികൾ ഇപ്പോൾ വളരെ കോൺഫിഡൻറ്റോട് കൂടി സംസാരിക്കുകയും കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ വളരെ ഒരു സന്തോഷമാണ് തോന്നിയത്. കലയും കളിയും ചിരിയും നിറഞ്ഞ ഈ ഒരു 4 ഡേയ്സ് എൻ്റെ ലൈഫിലെ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറീസ് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. See you in the next video. Bye.